ഡിയർ ഫ്രണ്ട്സ്, 2024 ഏപ്രിൽ മുതൽ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റേഴ്സ് എക്സ്പെഷ്യലി NRI ഇൻവെസ്റ്റേഴ്സ് ഫേസ് ചെയ്യുന്ന വലിയൊരു ഇഷ്യൂ ആയിരുന്നു KYC വാലിഡേഷൻ എന്നുള്ളത്. KYC എങ്ങനെ വാലിഡേറ്റ് ചെയ്യാം എന്ന സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് ഞാൻ 1-2 വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിലെ പ്രോസസ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. NRIസിനെ ഫിസിക്കൽ മെത്തേഡ് വഴി മാത്രമേ അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നുള്ളൂ. അതേസമയം റെസിഡന്റ് ഇന്ത്യൻസിന് ഓൺലൈനായിട്ട് KYC അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കുമായിരുന്നു. എന്നാൽ NRIസിന് ഇതുമായി ബന്ധപ്പെട്ട ചില അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. NRIസിന് 2025 ഏപ്രിൽ 30 വരെ ഒരു റിലാക്സേഷൻ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഓൺലൈനായിട്ട് തന്നെ KYC വാലിഡേറ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റിയും വന്നിട്ടുണ്ട്. അത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ എന്താണ് ഇഷ്യൂ എന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫ്രണ്ട്സ്, മൈ നെയിം ഈസ് ജോബി ജോർജ്. വെൽക്കം ടു ജോബ്സ് കോർണർ. 2023 സെബി ഇറക്കിയ ഒരു സർക്കുലർ പ്രകാരം 2024 മാർച്ച് 31 വരെ നിങ്ങൾ KYC രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ അഡ്രസ് പ്രൂഫായി QR കോഡുള്ള ആധാർ കാർഡ് അല്ല രജിസ്റ്റർ ചെയ്തിരിക്കുന്നെങ്കിൽ നിങ്ങളുടെ KYC സ്റ്റാറ്റസ് വാലിഡേറ്റ് എന്ന സ്റ്റാറ്റസിൽ നിന്നും രജിസ്റ്റേർഡ് എന്ന സ്റ്റാറ്റസിലേക്ക് മാറുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പറും ഇമെയിൽ ഐഡിയും വാലിഡേറ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റാറ്റസ് ഓൺ ഹോൾഡ് എന്ന സ്റ്റാറ്റസിലേക്ക് മാറുന്നതാണ്. ഇതായിരുന്നു ആ അപ്ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ ഓരോ KYC സ്റ്റാറ്റസിൻ്റെയും ഇമ്പോർട്ടൻസ് എന്ന് നമുക്ക് നോക്കാം. വാലിഡേറ്റ് എന്ന സ്റ്റാറ്റസിലാണെങ്കിൽ നിങ്ങൾ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. എല്ലാ കാര്യങ്ങളും സ്മൂത്ത് ആണ്. നിങ്ങൾക്ക് എല്ലാ ട്രാൻസാക്ഷനും ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി നിങ്ങളുടെ സ്റ്റാറ്റസ് രജിസ്റ്റേർഡ് ആണെങ്കിൽ നിങ്ങൾക്ക് നിലവിലുള്ള മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യാം. പക്ഷേ നിങ്ങൾ പുതുതായി ഒരു AMCയിൽ പുതുതായി ഒരു മ്യൂച്വൽ ഫണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വീണ്ടും നിങ്ങൾ KYC പ്രോസസ് കംപ്ലീറ്റ്ലി ചെയ്യേണ്ടതാണ്. അതേപോലെ നിങ്ങളുടെ സ്റ്റാറ്റസ് ഓൺ ഹോൾഡ് ആണെങ്കിൽ നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ടും മ്യൂച്വൽ ഫണ്ട് അക്കൗണ്ടുകളും ഹോൾഡ് ആകുന്നതാണ്. നിങ്ങൾക്ക് ഒരു ട്രാൻസാക്ഷനും ചെയ്യാൻ സാധിക്കുന്നതല്ല. അപ്പോൾ ഓരോ സ്റ്റാറ്റസ് എന്താണെന്നും വാലിഡേറ്റ് എന്ന സ്റ്റാറ്റസിലേക്ക് മാറുന്നതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്താണ് NRIസിനുള്ള ഗുഡ് ന്യൂസ് എന്ന് പറയാം. 2025 ഏപ്രിൽ 30 വരെ NRIസിന് ഈ സ്റ്റാറ്റസിൽ ഒരു റിലാക്സേഷൻ തന്നിട്ടുണ്ട്. നിങ്ങൾ QR കോഡുള്ള ആധാർ വെച്ച് KYC അപ്ഡേറ്റ് ചെയ്യുന്നവരെ നിങ്ങളുടെ സ്റ്റാറ്റസ് രജിസ്റ്റേർഡ് എന്നത് തന്നെയായിരിക്കും. പക്ഷേ നിങ്ങൾക്ക് വാലിഡേറ്റ് എന്നുള്ള സ്റ്റാറ്റസിലുള്ള എല്ലാ ട്രാൻസാക്ഷനും ഏപ്രിൽ 30 വരെ NRIസിന് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ട്രാൻസാക്ഷനിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ വരുന്നതാണ്. അതേപോലെ നിങ്ങളുടെ ഇനിഷ്യൽ KYC രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് CVL KRAയിലാണെങ്കിൽ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് KYC വാലിഡേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഏത് KRAയിലാണ് നിങ്ങളുടെ KYC രജിസ്റ്റേർഡ് ആയിരിക്കുന്നതെന്ന് അറിയാൻ ഏതെങ്കിലും ഒരു KRAയുടെ വെബ്സൈറ്റിൽ KYC എൻക്വയറി എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ പാൻ കാർഡും ഉപയോഗിച്ച് നിങ്ങളുടെ KYC ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. എല്ലാ KRA ഏജൻസിയുടെ പേരുകളും അവിടെ വരുന്നതാണ്. ഏത് KRA ഏജൻസിയിലാണ് നിങ്ങളുടെ KYC റെക്കോർഡ് അവൈലബിൾ എന്നുള്ളത് അവിടെ കാണിക്കുന്നതാണ്. ഇങ്ങനെയാണ് അത് ചെക്ക് ചെയ്യുന്നത്. ഞാൻ സ്ക്രീനിൽ കാണിച്ചു തരാം. അതിന്റെ ഡയറക്റ്റ് ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ KYC ഡീറ്റെയിൽസ് CVL KRAയുടെ എഗൻസ്റ്റ് ആയിട്ടാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് വാലിഡേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. മറ്റ് KRA ഏജൻസിയുടെ എഗൻസ്റ്റ് ആയിട്ടാണ് നിങ്ങളുടെ KYC റെക്കോർഡ്സ് കാണിക്കുന്നതെങ്കിൽ ഓൺലൈനായിട്ട് ചെയ്യാൻ സാധിക്കില്ല. എങ്കിലും നിങ്ങൾക്ക് ഓഫ്ലൈനായിട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഏപ്രിൽ 30 ചെയ്താൽ മതി. അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ എപ്പിസോഡ് 73 74 നിങ്ങൾ വാച്ച് ചെയ്യുക. അവിടെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് CVL KRA വഴി ഓൺലൈനായിട്ട് KYC വാലിഡേറ്റ് ചെയ്യുന്ന സ്ക്രീനിൽ കാണിച്ചു തരാം. അതേപോലെ തന്നെ ഈ വീഡിയോ മാക്സിമം ആളുകൾക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. കാരണം ഒരുപാട് NRIs ഈ ഇഷ്യൂ ഫേസ് ചെയ്യുന്നുണ്ട്. ആദ്യം KYCയുടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുക. ഇവിടെ CVL KRAയുടെ വെബ്സൈറ്റ് വഴിയാണ് ഞാൻ ചെക്ക് ചെയ്യുന്നത്. എല്ലാ KRIസിൻ്റെയും ഡയറക്റ്റ് ലിങ്കുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. പാൻ നമ്പറും ഇവിടെയുള്ള ക്യാപ്ചയും എൻട്രി ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് കാണാം എൻ്റെ KYC രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് NDML KRAയിലാണ്. NDML KRAയുടെ എഗൻസ്റ്റ് ആയിട്ടാണ് ഡീറ്റെയിൽ കാണിച്ചിരിക്കുന്നത്. അതേപോലെ ഇത് വാലിഡേറ്റഡ് ആണ്. പക്ഷേ എൻ്റെ KYC രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് NDML KRAയിലായതുകൊണ്ട് എനിക്ക് ഓൺലൈനായിട്ട് വാലിഡേറ്റ് ചെയ്യാൻ സാധിക്കില്ല. ഞാൻ ഓഫ്ലൈനായിട്ടായിരുന്നു വാലിഡേറ്റ് ചെയ്തത്. ഇനി മറ്റൊരു പാൻ കാർഡ് ചെക്ക് ചെയ്യാം. ഇവിടെ KYC രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് CVL KRAയുടെ എഗൻസ്റ്റ് ആയിട്ടാണ്. പക്ഷേ സ്റ്റാറ്റസ് രജിസ്റ്റേർഡ് എന്നുള്ളതാണ്. കാരണം ഇവിടെ പെർമനൻറ്റ് അഡ്രസ് പ്രൂഫായി കൊടുത്തിരിക്കുന്നത് പാസ്പോർട്ടാണ്, ആധാറല്ല. അതുകൊണ്ടാണ് രജിസ്റ്റേർഡ് എന്നുള്ള സ്റ്റാറ്റസിലേക്ക് മാറിയത്. ഇനി CVL KRA വഴി എങ്ങനെ KYC വാലിഡേറ്റ് ചെയ്യാൻ നോക്കാം. അക്കൗണ്ട് KYC വാലിഡേഷൻ. നിങ്ങളുടെ പാൻ നമ്പറും ക്യാപ്ചയും എൻട്രി ചെയ്യുക. ക്ലിക്ക് ഓൺ സബ്മിറ്റ്. ഇവിടെ നിങ്ങൾക്ക് സ്റ്റാറ്റസ് കാണാം, ഇമെയിൽ വെരിഫൈഡ് ആണ്. അതേപോലെ തന്നെ NRI ആയതുകൊണ്ട് മൊബൈൽ നമ്പർ ഇവിടെ വെരിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. ക്ലിക്ക് ഓൺ പ്രൊസീഡ് വിത്ത് ആധാർ വാലിഡേഷൻ. ഇവിടെ ഈ ആധാർ PDF ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഫോളോ ചെയ്യേണ്ട സ്റ്റെപ്പുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഈ ആധാർ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇന്ത്യക്ക് പുറത്ത് മിക്ക കൺട്രികളിലും ആധാറിൻ്റെ വെബ്സൈറ്റ് ഓപ്പൺ ആകുന്നതല്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഡിജി ലോക്കർ വഴി നിങ്ങൾക്ക് ഈ ആധാർ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. എങ്ങനെയാണ് ഡിജി ലോക്കർ വഴി ഡൗൺലോഡ് ചെയ്യുന്നത് എപ്പിസോഡ് 73 74 കൊടുത്തിട്ടുണ്ട്. നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ഇവിടെ 2 ഓപ്ഷൻ ഉണ്ട്. ഡൗൺലോഡ് മാസ്റ്റ് ഈ ആധാർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അല്ലെങ്കിൽ ഓൾറെഡി നിങ്ങളുടെ അടുത്ത് ഈ ആധാർ ഉണ്ടെങ്കിൽ ഐ ഹാവ് ഡൗൺലോഡഡ് മാസ്റ്റ് ഈ ആധാർ എന്നുള്ള ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. ഇവിടെ ഞാൻ സെക്കൻഡ് ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നത്. ഇവിടെ ഈ ആധാർ അപ്ലോഡ് ചെയ്യുക. അതേപോലെ ഈ ആധാർ പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. ആ പാസ്വേഡ് ഇവിടെ എൻട്രി ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്യുക. ദെൻ കണ്ടിന്യൂ. നെക്സ്റ്റ് പേജിൽ നിങ്ങളുടെ ആധാർ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ വരുന്നതാണ്. ക്ലിക്ക് ഓൺ വാലിഡേറ്റ്. ഇവിടെ വാലിഡേഷൻ കംപ്ലീറ്റ് ആയ ഡീറ്റെയിൽസ് കാണിച്ചിരിക്കുകയാണ്. KRA ഡീറ്റെയിൽസ് അപ്ഡേറ്റഡ് സക്സസ്ഫുള്ളി. ഇനി നിങ്ങൾ പോയി നിങ്ങളുടെ KYC സ്റ്റാറ്റസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വാലിഡേറ്റഡ് എന്നുള്ള സ്റ്റാറ്റസിലേക്ക് മാറുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് KYC വാലിഡേറ്റ് ചെയ്യുന്നതെന്നും എങ്ങനെയാണ് KYC സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്നതെന്നും അതിൻ്റെ ഇമ്പോർട്ടൻസും എല്ലാം കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ ചെയ്യുക. അടുത്ത എപ്പിസോഡുമായി എത്രയും പെട്ടെന്ന് തന്നെ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.